ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പ്രവാചകിമാരും 239 ഭാഗത്തേക്ക് ഏവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സെഫന്യാവ് 36 പുസ്തകം. സെഫന്യാവ് 3 അധ്യായങ്ങളും 53 വാക്യങ്ങളും. BC 640 മുതൽ 620 വരെയും 20 വർഷം താൻ പ്രവാചകനായി ദൈവത്തിനോട് പ്രവർത്തിച്ചു. 1 അധ്യായത്തിന്റെ 1 വാക്യം, ഭാവിയിൽ യഹൂദന്മാർ ഉൾപ്പെടെ സകല ജാതികൾക്കും ഒരു മഹോദ്രവത്തെ കുറിച്ച് സെഫന്യാവ് വിളിച്ചു പറയുന്നു. സകല ജാതികൾക്കും ഒരു വലിയ മഹോദ്രവകാലം വരുന്നു, ചിന്തിക്കാൻ പറ്റിയല്ല. ഇന്നത്തെ ശാസ്ത്രവും ഇന്നത്തെ ഭരണകൂടങ്ങളും നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നിലയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന് അനർത്ഥം കാണാത്ത ഒരു കാലം വരും എന്നാ ചോദിച്ചാൽ, നമ്മുടെ അരിമനാഥന്റെ ഒലിവുമലയിലേക്കുള്ള ആ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകുന്നിടത്തോളം കാലം ഇസ്രായേല് ഒരു സ്വസ്ഥത ഉണ്ടാകുകയില്ല. കാരണം അതാണ് വചനം വിളിച്ചു പറയുന്നത്. നമ്മളിന്ന് ജീവിക്കുന്നു. നമ്മുടെ ദൈവസഭയുടെ പവർ എന്ന് പറയുന്നത് ഒരുപക്ഷെ പലരും അങ്ങനെ വില കൊടുത്ത് കാണുകയില്ല. വളരെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി ഒരു ചെറിയ കൂട്ടം ആളുകൾ എല്ലാ സഭകളിലുണ്ട്. അതാണ് ആ സഭയുടെ പവർ. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നത്. സഭയുടെ നിലനിൽപ്പ് അതല്ല. ജീവിക്കുന്ന കുറച്ച് ദൈവമക്കൾ എല്ലാ സഭകളിലും ഒരു ചെറിയ കൂട്ടമുണ്ട്. അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് ഇന്ന് സഭകൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ ആത്മാർത്ഥത ഇല്ലാത്ത, ഒന്നുമില്ലാത്ത ചില പ്രസ്ഥാനങ്ങളുണ്ട്. അതിന് വലിയ ആയുസ്സുമില്ല, അതിന് വലിയ മുന്നോട്ടുള്ള പോക്കുമില്ല എന്നുള്ള കാര്യം കൂടെ അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് സെഫന്യാവിനെ പറ്റി. ഹിസ്കിയ രാജാവിന്റെ 4ാം തലമുറക്കാരനാണ് ഈ പ്രവാചകൻ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ കൂടാതെ ഭരണം ഉണ്ടായിരുന്നില്ല. പഴയ നിയമകാലത്തെ രാജാവ് ഭരിക്കുന്നുവെങ്കിലും അവിടെ ഒരു പ്രധാന ഗ്രൂപ്പായിരുന്നു പ്രവാചകന്മാർ. അവര് പ്രാർത്ഥിക്കുമ്പോൾ ദർശനവും വെളിപ്പാടും ദൈവം അവരോട് സംസാരിക്കുന്നതനുസരിച്ചാണ് രാജാവ് ഭരണം നടത്തുന്നത്. പലപ്പോഴും ഭരണത്തിന്റെ പരാജയം എന്ന് പറയുന്നത് അഹങ്കാരികളായ രാജാക്കന്മാർ പ്രവാചകന്മാരുടെ ആലോചന കേൾക്കാത്തത് കൊണ്ട് ഇസ്രായേലിന് ഒരുപാട് നഷ്ടവും ആൾനാശവും ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോയ കാര്യമുണ്ട്. പ്രവാചകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയും കൂടെ ആയിരുന്നു. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ 3.5 വർഷത്തോളമാണ് കാലക്കണക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർത്താവിന്റെ ശുശ്രൂഷയിലെ സെഫന്യാവിന്റെ പ്രവചനങ്ങളെ 2 സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. സെഫന്യ 1:15 മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന് 29-ാമത്തെ വാക്യവും
ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞാൽ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും. സെഫന്യാവ് എന്ന പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് മഹോദ്രവത്തെ പറ്റിയാണ്. ആ കാലത്തിലെ കഷ്ടം എന്ന് പറയുന്നത് മഹോദ്രവത്തെ സെഫന്യാവ് ആത്മാവിൽ കണ്ടു. സൂര്യൻ ഇരുണ്ടു പോകുന്നു, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുന്നു, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്നും വീഴുന്നു, മേഘവും മൂടലും ഉള്ള ദിവസങ്ങളെ. സെഫന്യാവ് 1:3, അത് മത്തായി 13:41 പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ കൂട്ടിച്ചേർക്കും, യഹൂദനെയും കൂട്ടിച്ചേർക്കും. യഹൂദനെ കൂട്ടിച്ചേർക്കും എന്നൊക്കെ പഴയ നിയമത്തിലെ പ്രവാചകന്മാര് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. കാരണം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും ചിതറിക്കപ്പെട്ടു. യഹൂദനിൽ ഇസ്രായേൽ ഇല്ലാതെ വണ്ണം നമ്മുടെ കേരളത്തിലെ മട്ടാഞ്ചേരിയിലും അടുത്ത കാലത്താണ് അവര് മിക്കതും പോയത്. ഇവരെല്ലാം കൂടെ കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാം. പ്രവചനം, ദൈവവചനം സത്യമാണ്. ദൈവവചനം എന്തു പറയുന്നുവോ അത് നടന്നിരിക്കും, നടക്കുക തന്നെ ചെയ്യും. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പവർ. വചനത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാനും പോകുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു അവസരമാണ് മനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് സ്നാനമേറ്റ് ദൈവമക്കൾ ഒരുമിച്ച് ആരാധിക്കുന്ന ആത്മീയരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അധികം നാളുകൾ നമ്മുടെ മുമ്പിലില്ല. കർത്താവ് വരാറായി. ദൈവജനം ഒരുങ്ങുക. ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, ഭാരതത്തിന് വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അംഗങ്ങളാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നരികിൽ